നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഗതാഗത കുരുക്കിൽ അകപ്പെട്ട് കാറിലിരുന്ന അച്ഛനും മകളും നേരിട്ടത് അതിഭയാനകമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയായിരുന്നു. നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾക്കൊടുവിൽ പിതാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന സംഭവവികാസങ്ങൾ ഇങ്ങനെയാണ് നടന്നത്. ഷിക്കാഗോയിൽ ഓഗസ്റ്റ് 1 നടന്ന സംഭവം ഇന്നലെയാണ് പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചത്. കാറിലിരുന്ന പിതാവിനും 6 വയസ്സുള്ള മകൾക്കും നേരെ അക്രമി വെടിവെക്കുകയായിരുന്നു. വെടിയുണ്ടകളിൽ നിന്നും മകളെ രക്ഷിക്കാൻ മനുഷ്യ കവചമായി നിന്ന പിതാവ് ഒടുവിൽ ദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു. ട്രാവൽ മില്ലർ എന്ന 33 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത്. തൻ്റെ മകളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു ഈ ഒരു ദുരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നത്. മകൾ പുറകിലെ സീറ്റിലായിരുന്നു ഇരുന്നത്. ട്രാഫിക് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു യുവാവ് കാറിൻ്റെ അടുത്ത് വന്നു. ഏകദേശം 18നും 20നും മധ്യേ പ്രായമുള്ള ഒരാളായിരുന്നു വന്നത്. യാതൊരു വിധത്തിലുമുള്ള പ്രകോപനവും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വന്ന് വെറുതെ വെടിയുതിർക്കുകയായിരുന്നു. മകളുടെ ശരീരത്തിൽ വെടിയുണ്ട ഏൽക്കാതിരിക്കാൻ പിതാവ് മകളെ മറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. അക്രമി നിർത്താതെ തന്നെ കാറിന് നേരെ വെടിവെക്കുകയായിരുന്നു. വെടിയേറ്റ പിതാവ് കാറിൽ തന്നെ മരിച്ചു വീഴുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ മില്ലർ ഫോണിൽ മാതാവുമായി സംസാരിക്കുകയായിരുന്നു. വെടിയുണ്ടയുടെ ശബ്ദം ഫോണിലൂടെ കേട്ടതായി മില്ലറുടെ പിതാവ് ജോസഫ് കിൽമോർ വെളിപ്പെടുത്തുകയുമുണ്ടായി. അവസാനമായി തൻ്റെ മകൻ പറഞ്ഞത് വെടിയേറ്റുവെന്നാണ് ആ പിതാവ് വിങ്ങലോടെ പറഞ്ഞത്. 2 കുട്ടികളുടെ പിതാവാണ് മില്ലർ. സംഭവത്തെക്കുറിച്ച് ഡിറ്റക്റ്റീവ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 18നും 20നും വയസ്സിനിടയിലുള്ള യുവാവാണ് വെടിവെച്ചതെന്നും ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ അറിയിക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അവിടെ അരങ്ങേറിയത്.